സ്റ്റേഷനിലേക്ക് അറസ്റ്റ് രേഖപ്പെടുത്താൻ പറ്റും. കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കടക്കുന്ന കണ്ണൂർ ജയിലിൽ ഇന്ന് ജയിൽ ചാടി ഒടുവിൽ പിടിയിലായ ഗോവിന്ദചാമിയെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇനി അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അടക്ക കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഇന്ന് പുലർച്ചെയാണ് ഇയാൾ ജയിൽ ചാടിയത്. പിന്നീട് 6 മണിക്കൂറിന് ശേഷം ഇയാളെ പിടികൂടുകയായിരുന്നു. അർജുൻ കല്യാടുണ്ട്. അർജുൻ, പോലീസ് സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ, ഇനി സ്റ്റേഷനിലേക്കാണോ കൊണ്ടുപോകുന്നത്? തീർച്ചയായിട്ടും കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്കാണ് ഈ ഗോവിന്ദചാമിയെ ഇപ്പോൾ കൊണ്ടുപോകുന്നത്. ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു. അതിനുശേഷമാണ് ഈ പറയുന്നത് പോലെ കണ്ണൂർ ടൗൺ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഗോവിന്ദചാമിയെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണ്. ഇനി അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടികൾ ഉൾപ്പെടെ ഇനി ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അറസ്റ്റ് എങ്ങനെയാണ് ഇപ്പോൾ കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ് ഗോവിന്ദചാമിയെ. നേരത്തെ ചോദ്യം ചെയ്യൽ നടക്കുകയായിരുന്നു. ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ കണ്ണൂർ ടൗൺ സ്റ്റേഷനിലാണ് എത്തിച്ചിരിക്കുന്നത്. ഇതിന് ശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടികളടക്കം ഉണ്ടാവുക. ഇന്ന് പുലർച്ചെയാണ് ഇയാൾ ജയിൽ ചാടിയത്. പിന്നീട് 6 മണിക്കൂറോളം സമയമെടുത്ത് ഒടുവിൽ പോലീസിന്റെ വലയിലാവുകയായിരുന്നു. തളാപ്പിലെ ഒരു കെട്ടിടത്തിലെ ആളൊഴിഞ്ഞ കെട്ടിടത്തിലെ പറമ്പിലെ കിണറ്റിൽ നിന്നാണ് ഒടുവിൽ ഇയാളെ പിടികൂടുകയും ചെയ്തത്. ഇപ്പോൾ അതിനുശേഷം ചോദ്യം ചെയ്യൽ തുടരുകയായിരുന്നു. ചോദ്യം ചെയ്യലിന് ശേഷം ഇപ്പോൾ കണ്ണൂർ ടൗൺ സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇനി മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കും. അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടി അടക്കമുള്ള കാര്യങ്ങളിലേക്കായിരിക്കും കടക്കുക. ഇതിനുശേഷം മറ്റു നടപടികൾ ഉണ്ടാകും. ഇപ്പോൾ അർജുൻ കല്യാട് ചേരുന്നുണ്ട്. അർജുൻ, ഇനിയിപ്പോൾ നടപടികൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും, അതായത് ഇപ്പോൾ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് ഗോവിന്ദചാമിയെ എത്തിച്ചിരിക്കുകയാണ്. ഇനിയൊരു പക്ഷേ ഇവിടെ നിന്നും റിമാൻഡ് റിപ്പോർട്ട് സഹിതം കോടതിയിലേക്ക് ഹാജരാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നേരത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഇനിയിപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് ഉൾപ്പെടെ രേഖപ്പെടുത്തി അല്ലെങ്കിൽ അത്തരം തയ്യാറെടുപ്പ് നടത്തിയതിനു ശേഷം ഇവിടെ നിന്നും കോടതിയിലേക്ക് ഹാജരാക്കുമെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ചെറിയ സാങ്കേതികമായ നടപടിക്രമങ്ങൾ മാത്രമാണ് പൂർത്തിയാക്കാനുള്ളത്. അല്പസമയത്തിനകം തന്നെ ഗോവിന്ദചാമിയെ വീണ്ടും കോടതിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്നാലും കൃത്യമായിട്ടുള്ളൊരു ആസൂത്രണത്തോടെയായിരുന്നു ഇയാളുടെ ജയിൽ ചാട്ടം എന്നാണ് മൊഴികളിൽ നിന്ന് വ്യക്തമായത്. പക്ഷേ അപ്പോഴും ഈ വീഴ്ച, ഉദ്യോഗസ്ഥർക്ക് വന്ന വീഴ്ച, അത് വലിയ വീഴ്ച തന്നെയാണ്. ഇതുപോലുള്ള ഒരു വലിയ ക്രിമിനലിനെ എങ്ങനെ സാധിച്ചു ആ ജയിലിൽ നിന്ന്, ഇത്രയും അതീവ സുരക്ഷയുള്ള ജയിലിൽ നിന്ന് ജയിൽ ചാടാൻ എങ്ങനെ സാധിച്ചു എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. 1.5 മാസത്തെ ആസൂത്രണമാണ് ഇയാൾ ഇതിനായി എടുത്തിട്ടുള്ളത്, ജയിൽ ചാടാനായി എടുത്തിട്ടുള്ളതെന്ന് വ്യക്തമാണ്. എന്തായാലും ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ള കൂടി വ്യക്തമാകാനുണ്ട്. പറഞ്ഞ കാര്യങ്ങളിൽ എന്തൊക്കെ പോലീസ് വിശ്വാസത്തിലെടുത്തു എന്നുള്ള കാര്യം കൂടി വ്യക്തമാകാനുണ്ട്. ഒപ്പം തന്നെ ഇതിനാരുടെയെങ്കിലും സഹായം ലഭിച്ചോ എന്ന കാര്യവും വ്യക്തമാകാനുണ്ട്. ഇതടക്കം ഒരുപാട് ചോദ്യങ്ങൾ അപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഗോവിന്ദചാമിയെ കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ്. ഇനി മറ്റു നടപടികളിലേക്ക് കടക്കും. അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടിയായിരിക്കും അടുത്തതുണ്ടാവുക. മറ്റു നടപടികളിലേക്കും കടക്കും. എന്തായാലും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജയിലിലെ സുരക്ഷാ വീഴ്ച തന്നെയാണ് ഇക്കാര്യത്തിലേക്ക് വരുമ്പോൾ, ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിലേക്ക് വരുമ്പോൾ ഒന്നൊന്നായി വെളിവാക്കുന്നത്.